വെച്ചിട്ടുണ്ടാവും. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ നല്ല മഴയാണ് കേട്ടോ പുറത്ത്. സമയം 5:45 കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ ഓരോ പരിപാടികളായിട്ട് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എഴുന്നേറ്റ് വന്ന ഉടനെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയണ പോലെ ഇന്നലത്തെ അരി തിളപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. ഇതിലായിരുന്നു ഗൈസ്. എനിക്ക് നല്ല പേടിയായി. ഞാൻ ഫോൺ പിടിച്ച് നിൽക്കണതിനോട് എനിക്ക് പെട്ടെന്ന് പേടി. അല്ലെങ്കിൽ എനിക്ക് അത്രയ്ക്ക് പേടിയൊന്നുമില്ല, എന്നാലും പേടി. ഇന്നെന്തോ പേടി. അതുകൊട്ടെ. അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ എന്തായിരുന്നു, അരി തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, വെള്ളം തിളപ്പിച്ചു. ഇനി ഉപ്പേരി വയ്ക്കണം. പാല് വന്നിട്ടുണ്ടാവും, പുറത്തെടുത്തിട്ട് വരട്ടെ കേട്ടോ. നമ്മൾ ഇന്നലെ കായ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് ഇന്നത്തെ ഉപ്പേരി. എനിക്ക് ആക്ച്വലി കായയിൽ ഇത്രയൊക്കെ വെള്ളം ഒഴിക്കണം എന്നുള്ള വലിയ ഐഡിയ ഒന്നുമില്ല. എന്നാലും കായ നമ്മൾ അവിയലിൻ്റെ ഒപ്പം ഇടുന്ന ഒരു സാധനമാണല്ലോ. ആ ഒരു ലോജിക്ക് ഉപയോഗിച്ചിട്ട് അടിയിൽ കുറച്ച് വെള്ളം മതി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ അത് ഒഴിച്ചിട്ടുണ്ട്. കണ്ടോ, കുറച്ച് വെള്ളം അടിയിലുണ്ട്, ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പ് ഇടുക, വേവിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കത് മെഴുക്ക് പുരട്ടിയോ മെഴുക്ക് പുരട്ടി ആക്കാം. ജുഗുനന് അത്രയ്ക്ക് ഉള്ളിയൊന്നും ഇഷ്ടമല്ല, എന്നാലും ഒരു ഇത്തിരി ഉള്ളി ഇട്ടിട്ട് മെഴുക്ക് പുരട്ടി ആക്കാം. ഉള്ളി ഇട്ട മെഴുക്ക് പുരട്ടിയാണോ? ഇതായാലും ഉള്ളി ഇട്ടിട്ട് ഇങ്ങനെ വഴറ്റിയിട്ട് ഇതിടും, അതന്നെ. അപ്പോൾ നമ്മളിതേ കൂട്ടാൻ പരിപ്പും തക്കാളിയും വെക്കാന്നാട്ടോ ഞാൻ വിചാരിച്ചത്. അപ്പോൾ പരിപ്പും തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കുക്കറിൽ വെച്ച് വേവിക്കണം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. പരിപ്പും തക്കാളിയും വേവിച്ചിട്ട് വെറുതെ മുളകിട്ട് തിളപ്പിക്കുക അല്ലേ? എനിക്ക് കറക്റ്റായിട്ട്. പിന്നെ നാളികേരം അരച്ച് ചേർത്തിട്ട് ആണ് ഉണ്ടാക്കാറുള്ളത്. അതിന് നാളികേരം ഇല്ല. പക്ഷെ ഇത് അല്ലാണ്ട് വെറുതെ ഇങ്ങനെ വേവിച്ചിട്ടും നമുക്ക് പിന്നെ കുറച്ച് ഉള്ളി വഴറ്റി അതിനകത്തേക്ക് മുളക് പൊടി ഇട്ടിട്ട് ആ സാധനം എടുത്ത് ഇതിനകത്തേക്ക് ഇടാം. അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കാം. എന്തായാലും ഇത് ആദ്യം വേവിക്കട്ടെ. പിന്നെ ഇന്നലത്തെ കൂട്ടാൻ കുറച്ച് ബാക്കിയുണ്ട്, അപ്പം അതായാലും മതി. ഇപ്പൊ ഇങ്ങനെ അധികം സാധനങ്ങൾ തലേദിവസം അരിഞ്ഞു വെക്കാറില്ല. പുള്ളിയൊക്കെ മിക്കവാറും ആ സമയത്താണ് ഞാൻ അറിയാട്ടോ. പ്രശ്നം കുക്കറിന്റെ എല്ലാ സൈഡിൽ നിന്നും വിസിൽ വരും. ഞാൻ പറഞ്ഞില്ലേ, കാസ്കറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഞാൻ വെക്കാറുന്നില്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയാണ്. സൂര്യചേട്ടൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാക്കി തരും. അപ്പോൾ ഇതേ നമ്മുടെ ഉപ്പേരിയും കൂട്ടാനും ഒക്കെ അറ്റ് ടൈമിൽ തന്നെ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. എളുപ്പപ്പണികളാണല്ലോ എല്ലാം. അപ്പം വേഗം എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആശാൻ എണീറ്റ് വന്ന് റെഡി ആയിട്ട് വീണ്ടും കിടക്കുകയാണ്. അവന് ഇത്തിരി ഒരു മടിയല്ല, ഒരു പേടി, ചെറിയൊരു പേടിയുണ്ട് പോവാൻ. ജുഗുന മറന്നു പോയിട്ടില്ല. ജുഗുന മറന്നു പോയിട്ടില്ല. ഇന്നലെ അച്ചേച്ചിക്കൊക്കെ പാടി കൊടുത്താണല്ലോ. What will you say? What will you say? I will say please. I will say please. That's what I said. That's what I said. Happy it was my. പിന്നെ പതിവ് പോലെ ഞാൻ എൻ്റെ പ്രാക്ടീസിലേക്ക് കടന്നു. ഇത് വർക്കൗട്ട് അല്ല, ഒരു പ്രാക്ടീസാണ്. ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. ചില കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഡെയിലി ചെയ്താൽ മാത്രമേ ആവുള്ളൂ. പക്ഷേ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാറുണ്ട് ഡെയിലി ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്നാലും ഇടയ്ക്കൊക്കെ ബ്രേക്ക് വരും. അതുകൊണ്ട് സ്ലോ പ്രോഗ്രസ്സാണ്. എന്നാലും എന്തെങ്കിലുമൊക്കെ പ്രോഗ്രസ് ഉണ്ടാവുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ കിട്ടുന്ന സമയത്തൊക്കെ പ്രാക്ടീസ് ചെയ്യുകയാണ്. വേഗം റെഡിയാവുന്ന സമയത്തൊക്കെ പ്രാക്ടീസ് ചെയ്യും. ഇന്ന് എല്ലാവരും പോയി, ലാസ്റ്റ് പോണാണെന്ന് ഞാനാണ് കേട്ടോ. അപ്പം നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. എല്ലാ സാധനങ്ങളും എടുത്തു എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഓഫീസിലെത്തി വർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം കുറച്ച് നാളായിട്ട് അത്യാവശ്യം നല്ല പണിയുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ എടുക്കാറില്ല കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ ഡോഗിനെ പേടിച്ചിട്ട് ഞാൻ സ്ഥിരം വെക്കാറുള്ള സ്ഥലത്തൊരു ഡോഗ്, അപ്പം ഞാൻ വേറൊരു സ്ഥലത്താണ് കൊണ്ടുവച്ചത്. ഇവിടെ വെക്കാൻ പാടുണ്ടോയെന്നൊന്നും ആദ്യം എനിക്ക് അറിയില്ലായിരുന്നു. എന്നിട്ട് ഞാനിവിടെ വെച്ചു. പക്ഷേ അവിടെ വെക്കാം എന്ന് എനിക്ക് മനസ്സിലാക്കണ്ട, ഒരുപാട് സ്കൂട്ടറുകളുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ എടുത്ത് എങ്ങോട്ടാണ് പോയത്? ഡാൻസ് സ്കൂളിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ ഡാൻസൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തി ഒരു എനിക്ക് തോന്നുന്നു ഒരു 10:30, 11 കൂടിയാണ് ഞാൻ ഡാൻസൊക്കെ കഴിഞ്ഞ് എത്തുക. അപ്പം ഇന്നത്തേക്ക് എത്രയേ ഉള്ളൂ. സൈനിങ് ഓഫ്, സ്വാതി സാവിത്രി. എന്തേ തോൽക്കാറായ?